14 രാവിന്റെ പിറ പോലെ വന്നല്ലോ പനിനീരിൻ കടവത്ത് കുടമുല്ല പുത്തല്ലോ മണിമുത്തും. ഹലോ മഹേഷ് ചേട്ടനല്ലേ? മഹേഷ് ചേട്ടാ, ഒരു ചെറിയ സീനുണ്ട്, ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. ഒരാളെ അടിച്ചിറക്കിക്കൊണ്ട് വരാനാണ്. ഒരാളെ, ഒരു പെൺകൊച്ചിനെ. അതൊക്കെ ടീച്ചറിനെ വന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് വാ, എന്റെ വീടിന്റെ മണ്ടയ്ക്ക് വന്നോ, ഞാൻ അവിടെ കാണും. നീ മേത്തി കർണ ഹോ, ഞാൻ അവിടെ ചെന്നിട്ട് പുട്ട് കഴിച്ചല്ലോ. കുറച്ച് നീക്കാൻ പറ്റുമോ? അല്ല വെയിലടിക്കണ്. കളിയടിയുടെ കാര്യം പറ. ശരി, താഴെ സംസാരിക്കാം. ചെലവും എല്ലാം കൂടി ചേർന്ന് വീട്ടുകാർ മൊത്തം കുത്തുവാണ്. ചെലവെന്ന് പറഞ്ഞ എന്തോ മനസ്സിലായില്ല. കടകം കൊണ്ടുപോകണം, ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം, മരുന്ന് വയ്യാതായ കൊണ്ട് ആശുപത്രി കൊണ്ടുപോകണം, പിന്നെ പോകാൻ സ്ഥലത്ത് പോകണമെന്നൊക്കെ പറഞ്ഞ എല്ലാ ദിവസവും രാത്രി കറങ്ങാൻ കൊണ്ടുപോകണം. എല്ലാ ദിവസവും രാത്രി ആകുമ്പോൾ ജസ്റ്റ് റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും. പിന്നെ ഫുഡ് എല്ലാ ദിവസവും രാവിലെ രാത്രി ആയിട്ട് ബിസ്ക്കറ്റ് ഹോട്ടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുന്നു. ഇത് കൂടുതൽ മനുഷ്യനാടാ. ഞാൻ വല്ല കൊടൈക്കനാലെ കൊണ്ടുപോയി അടിച്ച് പൊളിച്ചൊക്കെ വരുക. ഇല്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് എന്തിനു ചുമ്മാ കൊടൈക്കനാലെ കൊണ്ടുപോണ? അതാ അവക്ക് ആവശ്യമാണ്. ഇല്ല, അതെങ്കിലാവട്ടെ. പിന്നെ എന്തോ ഉടുപ്പൊക്കെ ഉടുപ്പില്ലാതൊക്കെ വീട്ടിൽ കിടന്നോളൂ. എന്തിന് ഉടുപ്പൊന്നും വേണ്ട, ഭയങ്കര കാശാണ്. എന്തിന് നല്ല എന്തോന്ന് ഒന്നുമില്ല, അത് കാണിക്കല്ലേ. പോലീസൊക്കെ ഇവിടെ ലാസ്റ്റ് പ്രശ്നമൊക്കെ ആവും. എന്റെ വീട്ടുകാരെ ലാസ്റ്റ് അറിയാല്ലേ. അത് പോട്ട് വീട്ടുകാരും ചേർന്നു. വീട്ടുകാരൊക്കെ എടുത്തോളാൻ പറഞ്ഞു. പിന്നെ അറിയാലോ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് എനിക്ക്. എടുക്കാതിരുന്ന മാർഗമില്ല. നിങ്ങളുണ്ട് ഭയങ്കര മുടിയാണ്, മുടി ചുമ്മാ കൊരിഞ്ഞോണ്ടിരിക്കും. ഇപ്പഴത്തെ സീസണിലൊക്കെ ചുമ്മാ മുടി അത് എനിക്കും കൊരിയുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ സീസണൊക്കെ എങ്ങനെയുണ്ട് കാണാൻ? എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചാ നാടനാണ്. നാടനാണ് കാണാനൊക്കെ. ഫുള്ള് വെള്ള കളറ്. സുന്ദരിയാന കൊച്ചിയല്ലേ? സുന്ദരിയായ കണ്ണിനൊക്കെ എന്തോ എന്തൊക്കെ പാടുണ്ട്. അതാത് പോട്ട് വെള്ളയാണെങ്കിൽ ഫുള്ള് വെള്ളമൊന്നുമില്ല, ദേഹത്ത് മൊത്തം ഒരു ബ്ലാക്ക് കളർ ഡോട്ട്. അതുകൊണ്ട് കാണിച്ചില്ല. അസുഖമല്ല, മിക്ക ആൾക്കാർ വീട്ടുകാർക്ക് പറഞ്ഞില്ല, സെറ്റാക്കി. വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. എല്ലാരും എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ അവളെ വീട്ടുകാര്, അവളുടെ വീട്ടുകാരാണെന്ന് ചോദിച്ചാ അവളുടെ വീട്ടിൽ അവളുടെ അമ്മയച്ഛനൊക്കെ ചോദിക്കാൻ പെണ്ണിന്റെ പേര് ലില്ലിക്കുട്ടി. ദുരിതമേ പ്രണയം അതികഠിനം തകരുകിൽ ലളിതം സുഖഭരിതം. ക്രിസ്ത്യാനിയാണെന്ന് ചോദിച്ചാൽ എന്റെ ഒരു ഇതൊക്കെ തന്നെ. കുഞ്ഞായിരുന്നപ്പോ ക്രിസ്ത്യാനി ആയിരിക്കും, അതെങ്കിൽ മറ്റേ ലില്ലിക്കുട്ടി ആയിട്ടാ. പിന്നെ എന്റെ അടുത്തപ്പോ ഞാൻ ലില്ലി എട്ടില്. ഈ സമയത്ത് ഇനി എവിടെ പോയി ഒപ്പിക്കാൻ? അല്ല മുട്ട പപ്സ് അല്ലേ? മുട്ട പപ്സ് അല്ലെങ്കിൽ വെജായാലും മതി, ഞാൻ മേടിച്ചാലോ. ഇവിടുത്തെ ഞാൻ എന്റെ അമ്മാമ്മ വിളിച്ചിട്ട് അല്ലേ, എന്റെ അമ്മാമ്മ എന്റെ അടുത്തുള്ള പോപ്സം കമ്പനിയുടെ അവിടെ ജോലിയല്ലേ. ചെയ്യാൻ പാടില്ല. അയ്യേ അതാ പറഞ്ഞു. ആ മോനെ, എന്താ മകേഷേ? നല്ല അറിഞ്ഞ. ഓ, എന്തായാലും ഞാൻ ഇവിടെ ചിക്കനൊക്കെ വെച്ചോണ്ടിരിക്കണു. ഓ, പിന്നെ നീ എന്താ? ഞാൻ ഇവിടെ ഒരു പ്രശ്നമില്ല. എന്ത് പ്രശ്നമാണോ? എന്റെ മോയെ ഇറങ്ങിപ്പോയിട്ട് ഇപ്പൊ കാണാനില്ല. എവിടെ പോയി? തവണുണ്ടാ? അപ്പൊ വായ്പായിട്ട് വരും ഒരാളായിട്ട്. ആയാളത് മരുമകളായിട്ട് വരും. ഇത് മരുമോ? ഹലോ ഹലോ, എന്റെ അമ്മയെ വിളിക്കാം. ഹലോ, 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 ഹലോ,
ഹലോ ആന്റി. ഹലോ എന്താ സുഖം പിന്നെ ഇത് സുഖം നിങ്ങൾക്കല്ലേ സുഖം എന്ത് കാര്യം പറയണ എന്ത് വിളിച്ചാ നീ സഹായിക്കാൻ ആൾക്കാർ സഹായിക്കാൻ അവന്റെ ഇളയമുണ്ട് അവനാണെങ്കിൽ ടോപ്പി തന്നെ ചെയ്യണം എന്ത് അവന് കൂട്ടായിട്ട് ഒരു പറഞ്ഞു നീ അതാ അവനാ ഞാനാ നിങ്ങളെ മരുമോളെ. ആ എന്താ ഹലോ മമ്മി. ഹലോ മക്കളെ ആരാണ് ഞാൻ മകി. മക്കളെ ചുമ്മാ ഇല്ലേ എന്തീ രണ്ട് പിള്ളേരെ വിളിച്ച് സോറി ഇവിടെ പിള്ളേരെ വേണാണ് നീ പറ മമ്മി നിങ്ങൾ ഇറങ്ങി നിൽക്കുന്നു. ഓ നീ അത് വിളിച്ച് പറഞ്ഞു ടെമ്പോക്കെ വരുന്നുണ്ട് അതെന്ത് അത് ഒരു കല്യാണം. ആരോടെ ചേച്ചിയുടെ മോന്റെ കല്യാണം. ചേച്ചിയുടെ മോനെ അതാ പേരെന്തീ ഞാൻ പറഞ്ഞോ വേറെ കല്യാണത്തിന് വരിയില്ലേ നിനക്ക് വേണ്ടേ എങ്ങനെ ലവ് മാരേജ് അറേഞ്ച് വരാ ലവ് അല്ല പെണ്ണ് വീട്ടുകാർക്ക് സമ്മതം തന്നെയാണേ അല്ലെ അടിച്ചോടിക്കണല്ലോ അതിന് നീ ആരാരും പറയണ നിങ്ങളെ ചേച്ചിയുടെ മോന്റെ ചേച്ചി പേര് പറ ഇളയവൻ അമ്പാടിയാ അമ്പാടിയാ ചുമ്മല്ലി കടലഹൂ ഇഡ്ലി കൂടെ കഴിച്ച് ഞാൻ പുട്ട് കഴിച്ചു. എന്തോ ഇനി എന്താണ് പറ പ്ലാൻ? നമുക്ക് അവളെ രാത്രി പോയി വിളിക്കാം. അയ്യോ അത് പറ്റില്ല രാത്രി ആകുമ്പോഴേ ആരെങ്കിലും വീണത് കേറുമ്പോ അപ്പം കിടന്ന് ഭയങ്കര കീറി വിളിയായിരിക്കും. നീ ഒരു വയ്യാത്ത കുറച്ച് വിളിച്ചിട്ടുണ്ട്. ഇല്ല അല്ല അങ്ങനെ കളിയാക്കല്ലേ ഇത് എല്ലാവർക്കും സ്വഭാവമുള്ള തന്നെ ആരെങ്കിലും രാത്രി കൊണ്ട് വീട്ടുകാർക്കും ഉണ്ട്. ആര് കയറി മഹേശ്വരനെ സഹായിക്കാനേ പറഞ്ഞോളൂ. ഉപദ്രവിക്കാൻ പറഞ്ഞു. സഹായിക്കാൻ കുറച്ച് റിസ്ക് ആണ്. 1500 രൂപ ചെലവാ. ഹോസ്പിറ്റൽ ഗ്യാസ്. അവളെ ചേട്ടനെ ഇടിച്ച ഞാൻ തിരികെ. അവളെ ചേട്ടൻ ഇപ്പൊ ഏത് വീട്ടിലാണ്? ഞാൻ വീട്ടില്ല. ഇങ്ങനെ ഏത് വീട്ടിലാന്ന് എനിക്ക് പോലും അറിയില്ല. അവള് ഇങ്ങനെ വല്ല ആൾക്കാരെല്ലാം മേടിച്ചോണ്ട് പോകും കാശ് കൊടുത്തില്ലോ ഫ്രീ ആയിട്ട് അവളെ കാശ് കൊടുത്ത് വാങ്ങിക്കും. കാശ് കൊടുത്ത് വാങ്ങി പിന്നെ എല്ലാരും ഇങ്ങനെയല്ലേ മേടിക്കും. നിങ്ങൾ ശ്രദ്ധിക്കില്ല അതിങ്ങനെ അവളുടെ മൂത്ത ചേട്ടനും ഇതേപോലെയാണ്. ഇപ്പം എടുക്കണം അവളെ. ഇപ്പം റിസ്ക് ആണ്. ഫുഡ് കഴിക്കാനുള്ള സമയം ഫുഡ് കഴിക്കാൻ സമയം നമ്മൾ വിളിച്ചില്ലെങ്കിൽ കടിച്ചിരുന്നു നമ്മളെ. പിന്നെ നിങ്ങളല്ലേ പറഞ്ഞു 5000 രൂപ വന്നു. മൊത്തം 5000 രൂപ അല്ലേ 6000 രൂപയെങ്കിലോ എങ്ങനെ പോവും? ഞാൻ വണ്ടി എടുക്കാം. നിങ്ങൾക്ക് അവളുടെ വീടൊന്നും അറിയാം. നമുക്കപ്പൊ ജ്യൂസ് കുടിച്ചിട്ട് പോയാ ജ്യൂസ് കുടിക്കാതെ പോയാ എന്തെങ്കിലും ജ്യൂസ് ബ്ലഡ് കുടിക്കാൻ പോയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു നിമിത്തമുണ്ട്. രാത്രി തീരെ വിളിക്കാറില്ല. രാത്രി ഇപ്പം വരെ വീട്ടിൽ കാണാൻ സംശയമാണ്. ഫുൾ ടൈം വെളിയിലാണ്. ഞാൻ വിളിച്ചിട്ട് ഒരാൾ എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പട്ടിയെ കണ്ട് ഒറ്റ ഓട്ടം ഇറങ്ങിയോളൂ. പിന്നെ ഇപ്പൊ ഈ ഏരോ നിൽക്കലോ ഈ ഏറത് കയറി ചിലപ്പോ അങ്ങുമല്ലോ പോയിരിക്കുന്നില്ല പട്ടിയെല്ലാം കണ്ട പൂച്ച കുട്ടിയുടെ അല്ല ഇതിൽ ഇല്ലിക്കുട്ടിയുടെ പൂച്ചക്കുട്ടി ഇതാ ഞാൻ പറയാണ്ട് ഇഷ്ടംപോലെ മുടിച്ചു പൊക്കിക്കൊണ്ടിരിക്കും കണ്ട എന്താ അല്ല എന്താ വീട്ടുകാർക്കൊക്കെ അറിയാം പൂച്ചയെ കൊണ്ടുവന്ന പക്ഷെ വേറെ കാര്യമായിരുന്നു. എന്താ അറിയാം നീ ഒരു പെണ്ണിനെ വിളിച്ചോണ്ടാ പിന്നെ മാമി വെട്ടൊത്തിക്കെടുക്കാനൊക്കെ പോയി. 14 രാവിന്റെ പിറ പോലെ വന്നല്ലോ പനിനീരിൻ കടവത്ത് ഗുണമുള്ള പുത്തല്ലോ മണിമുത്തും പൊന്നിന്റെ. ഹലോ ആടാ മഹേഷ് എടാ നീയൊക്കെ അവിടെ ഇറങ്ങ ഇവിടെ വെട്ടോത്തിയായിട്ട് നിക്കണല്ലോ. അവൻ ഓടിയ അവനെ വളർത്തിയ നീ എങ്ങനെ ധൈര്യം കാര്യം പറഞ്ഞോട്ടാ
അതപ്പുറത്തെ ഒരു മാസില് അങ്ങനെ പോയത് അറിയാതെ വീട് പോയതാണ്. MASS. പഴ കേട്ട് എന്നെന്താ ചോറോ വിളിക്കാൻ പോകുന്നത്. നിങ്ങളെ വീട്ടിൽ ഇറങ്ങി ഒരു പൂച്ചയെ വിളിക്കാൻ പോകുന്നത്. ഞാനും കരുതി ഇതും കരുതി കള്ളമ്പോ നീ നേരത്തെ 2 ഫോട്ടോ അയച്ചോണ്ട് ഇവനാണ് അവപ്രമിക്കണ പെണ്ണെന്ന് പറഞ്ഞ് അയച്ചു തന്നത്. നീ ഒരു നയൻതാര എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടല്ലോ. ആ അതിന് നമുക്കെല്ലാം അറിയാം. നീ കട്ട് ചെയ്യും. നിന്നെ കൂടെ ഒന്ന് വെട്ടും. നമ്മൾ എന്ത് ചെയ്യും മല്ലിയ? ഇനി നടക്കപ്പോകരുത് യുദ്ധം. ദുരിതമേ പ്രണയം